പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്ലാക്ക് ഗ്രാം അഥവാ ഉഴുന്നുകൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെയധികം പോഷകഗുണങ്ങളുള്ള ഉഴുന്ന് ഇന്ന് സ്കിൻ മാറ്റിയ രീതിയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഉപയോഗിക്കാൻ എളുപ്പവും പിന്നെ കുക്ക് ചെയ്യാൻ എളുപ്പവും സ്മൂത്ത് ടെക്സ്ചറും അതുപോലെ ഡൈജഷൻ എളുപ്പവും ഈസി ആയിട്ട് ഹാൻഡിലിങ് ചെയ്യാം. എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും സ്കിന്നുള്ള ഉഴുന്നുകൊണ്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം. സ്കിൻ ഉള്ള ഈ ഉഴുന്നിൻ്റെ പലഹാരം ഗുണത്തിൽ മാത്രമല്ല രുചിയിലും മുൻപിലാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം 2 കപ്പ് ബ്ലാക്ക് ഗ്രാം നന്നായി കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് 8 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് നന്നായി കുതിർന്ന് വീർത്ത് വരണം. സോക്കിംഗ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ഇത് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് അരിപ്പയിലേക്ക് മാറ്റുക. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഇടുക. നന്നായി അരച്ചെടുക്കുക. അരയ്ക്കാനായി എത്രയും വെള്ളം കുറച്ച് ഉപയോഗിക്കാമോ അത്രയും നല്ലതാണ്. നന്നായി അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ ബാറ്റർ സോഫ്റ്റ് ആകും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം. ആ സമയം ഇതിന് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അരമണിക്കൂറോളം അടച്ചു വെക്കുന്നത് നല്ലതാണ്. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സവോള അരിഞ്ഞത്, അതുപോലെ പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത്, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇത് ലൂസ് ബാറ്റർ ആയതുകൊണ്ട് സ്പൂണിൽ കോരി ഒഴിച്ചിട്ട് എണ്ണയിൽ മുക്കി വറക്കാം. ടൈറ്റായിട്ടുള്ള മാവാണെങ്കിൽ വട പോലെ പരത്തിയെടുക്കാം. ഇനിയും ഇത് വറക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. എണ്ണ നല്ലവണ്ണം ചൂടാക്കണം. മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം നല്ലതായിട്ട് വെന്ത് മുരിഞ്ഞ് നല്ല റെഡിയായിട്ട് വരും. ആ സമയം ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ ഈ ഉഴുന്നു പലഹാരം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇനിയും ഇത് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. അതും നല്ലതായിട്ട് കിട്ടും, ടേസ്റ്റിയുമാണ്. അതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണയില്ലാതെയും ഇത് ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരും, പക്ഷേ ടേസ്റ്റ് കുറവാണ്. എന്നാൽ എണ്ണയില്ലാതെ ഉണ്ണിയപ്പച്ചട്ടിയിൽ സുഖിയനും ഉണ്ണിയപ്പവും ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഉഴുന്നു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.